ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ബോസ് അണ്ണനെയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും പുള്ളി ഒരു ഗ്രാഫ് അടിക്കുന്ന ഒരു പരിപാടിക്ക് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഗ്രാഫിക്സ് അടിക്കാൻ പോവുകയാണ് പുള്ളി. ഓക്കെ, എന്തായാലും കേരള നമ്മുടെ ഈ കളർ കോഡ് മാറ്റി ഗ്രാഫിക്സൊക്കെ ആക്കാനുള്ള പെർമിറ്റൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് എന്തായാലും ഗ്രാഫിക്സ് അങ്ങ് അടിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് വേണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുൾ കളർ വേണം, അതായത് ഫുൾ ബ്ലാക്കോ അല്ലെ ഫുൾ വൈറ്റ്. എനിക്ക് തോന്നുന്നു ഫുൾ ബ്ലാക്ക് അടിക്കാനാണ്, കാരണം അതാണ് നമ്മുടെ അന്ന് നമ്മൾ ഇറക്കിയ ഒരു ബ്ലാക്കി എന്ന് പറഞ്ഞൊരു വണ്ടിയില്ലേ, അവൻ്റെ ഒരു BMR വേർഷൻ നമുക്ക് ഇറക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ബോസ് എന്ന് തന്നെ ആയിരിക്കും പേര്, പക്ഷേ ഫുൾ ബ്ലാക്കൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് അങ്ങനെ ഇറക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്ത് വേണമെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ എന്തായാലും നമ്മൾ പോയി ഗ്രാഫിക്സ് ആരും കമൻറ്റ് ചെയ്തില്ല, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ അങ്ങ് ചെയ്യും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്തേക്കാം. ഇവൻ്റെ ഗ്രാഫൊക്കെ മങ്ങി തുടങ്ങി ഗൈസ്. നമ്മുടെ ബാക്കിലെ ഫ്രാങ്ക്ലിൻ്റെ പടമായാലും അതുപോലെ ഫ്രണ്ടിൽ നമ്മുടെ ബോസ് എന്ന് എഴുതി അതുമായാലും എല്ലാം അങ്ങ് മങ്ങി തുടങ്ങി. ഗ്രാഫെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്, ഫ്രണ്ടിലെ ആ ഒരു ബോസ് എന്ന് എഴുതിയേക്കുന്ന നമ്മളെ ആ ഡിസൈനിൽ എഴുതിയിട്ടില്ല, അതെല്ലാം അങ്ങ് മങ്ങാനായിട്ട് തുടങ്ങി. നമ്മുടെ ഇത് കണ്ടില്ലേ ഫ്രണ്ടിൽ തന്നെ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി എന്തായാലും ഒന്നുകൂടെ കയറി വണ്ടി അങ്ങ് എടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഇന്നൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് ഈ പെട്രോൾ പമ്പിൽ കിടക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ എങ്ങനെ കുത്തി കയറ്റും എന്നുള്ളതാണ് ഒരു ഡൗട്ട്. അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, കുഴപ്പമില്ല കയറിക്കോളൂ. ഓക്കെ, അയ്യോ ജസ്റ്റ് മിസ്. ഇപ്പോൾ നമ്മുടെ ലിപ്പിൻ്റെ വണ്ടേ കൂടെ അവൻ കയറിപ്പോയേനെ. മാർക്ക് ബ്ലോക്ക് ഉണ്ടാക്കാൻ വേറെ ഒരു സ്ഥലവും കണ്ടില്ല. എൻ്റെ വണ്ടി കിടക്കുന്ന പെട്രോൾ പമ്പ്, നമ്മുടെ വീടായാലും അങ്ങനെ, നമ്മൾ വണ്ടി എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അവിടെ ബ്ലോക്കായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്താണ് സംഭവം. എന്തായാലും നമുക്ക് ഒരു ട്രാവലറാണെന്ന് തോന്നുന്നു, എന്താ ബ്രേക്ക് ഡൗൺ എങ്ങാണ്ടായതാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എല്ലാ വണ്ടിക്കും ഗ്രാഫിക്സ് അടിച്ച ആ ഒരു കടയുണ്ട്, ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടേക്കല്ല നമ്മൾ കൊണ്ടുപോകുന്നത്, നമ്മളിന്ന് വേറെ ഒരു സ്ഥലത്താണ് കൊണ്ടുപോകുന്നത്. എന്താണെന്ന് എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ അവിടുത്തെ ഗ്രാഫിക്സ് അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമുക്കത് മാറ്റാം, വേറെ ഏതെങ്കിലും കടയിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്തായാലും വണ്ടികളൊന്നും ഇല്ലെന്നാണ് ഞാൻ ചെന്നപ്പം ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു ഇവിടുന്ന്. അപ്പോൾ അവർ പറഞ്ഞത് വണ്ടിയൊന്നും ഇല്ലെന്നാണ്. കുഴപ്പമില്ല, കൊണ്ടുവന്നോ, അധികം വണ്ടികളൊന്നും ഇല്ലെന്നാണ്. എന്തായാലും നമുക്ക് കൊണ്ടുപോകാം. ഇപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറേ വണ്ടികൾ വന്ന് നിറഞ്ഞു കാണും, അതറിയത്തില്ല. അവിടെ ചെന്ന് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ എന്താ കാര്യമെന്നൊക്കെ. അപ്പോൾ അവിടെ വണ്ടിയെല്ലാം വന്ന് കുറേ ബസ്സുകൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ ടൂറിസ്റ്റ് വണ്ടികൾക്കൊക്കെ ഗ്രാഫിക്സ് അടിക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ കേരള കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഫുള്ള് വണ്ടി അവിടെ ആയിരിക്കും, മൊത്തം വണ്ടിയും അവിടെ ഗ്രാഫിക്സ് അടിക്കാനായിട്ട് കൊടുത്ത് കാണും. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പാലത്തിൻ്റെ മണ്ടേ കൂടാണ് പോകുന്നത്, സൈഡിൽ ഫുള്ള് കൊക്കയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അടിപൊളി ഒരു റൂട്ടാണ്. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിലൊരു ബസ് പോകുന്നുണ്ട്, അടിപൊളി കിടിലൊരു റൂട്ടാണ്. നമുക്ക് നല്ലതായിട്ട് വളച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ മേടിച്ചപ്പോൾ മുതലേ ഉള്ളൊരു മുതലാണിവൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഗ്രാൻഡ് BMR ഒരെണ്ണം എടുക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്. ആദ്യമേ യുവന്മാരുടെ ഇതെല്ലാം വന്ന് കഴിഞ്ഞോട്ടെ. നമ്മുടെ 2 ചെയ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവന്മാരുടെ ബോഡി രണ്ടിൻ്റെയും ഏകദേശം ഒരു 90% കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അതുകൂടെ അവന്മാരൂടെ വന്നിട്ട് നമുക്കൊരു ഗ്രാൻഡ് BMR അങ്ങ് എടുക്കാം, അവന്മാരുടെ വർക്കെല്ലാം തീർത്തിട്ട്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവന്മാർ ട്രാവലർ കൊണ്ടിട്ടങ്ങ്. ഓക്കെ, നമ്മൾ റോങ് സൈഡാണ് കയറാനായിട്ട് പോയത്. എന്തായാലും എവിടെയെങ്കിലും വഴിയുണ്ടെങ്കിൽ കയറണം. ഓക്കെ, അയ്യോ, ഓക്കെ, വണ്ടികളൊന്നും കാണുന്നില്ല, നമുക്കെന്തായാലും അങ്ങ് കയറാം. അതെന്തുവാ, നമ്മുടെ കൂട്ടൊരുത്തൻ ഓവർടേക്ക് ചെയ്യാൻ പോയതാണ്. വലിച്ച് ഇവിടെ കിടപ്പുണ്ട്. ഒരു ഫോർച്യൂണറിൻ്റെ ഫ്രണ്ടിൽ ഒരു വെള്ളിമൂങ്ങ ഓട്ടോ, ഐറിസ് എന്നെങ്ങാണ്ടല്ലേ ഇനി പറയുന്നത്, എന്തോ ഒരു സാധനം. അപ്പോൾ എന്തായാലും നമുക്കങ്ങ് പോയേക്കാം. ഈ സൈഡിലൊക്കെ നല്ല അടിപൊളി പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൊമ്പനയും കൊണ്ട് ട്രിപ്പ് പോയ ആ ഒരു റൂട്ടൊക്കെ പോലെ ഉണ്ട്. എന്തായാലും നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതുവരെ, പക്ഷേ പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതുവരെ.
ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി എന്തായാലും സൂപ്പർ സ്റ്റെബിലിറ്റി, അടിപൊളി സ്റ്റെബിലിറ്റി ഒക്കെ ആണ്. എന്തായാലും ഐഷറിനെയും കാര്യങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇത് അവിടെ ഒരു ലോറി ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ലൈലാൻഡ് പവർ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ. ഓക്കെ, അപ്പം നമ്മളൊരു റോഡ് ടു 1K ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ചാനൽ ഗെയിമിംഗ് ഡ്രൈവർ 3.0 എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ, ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ എന്താണ് സെർച്ച് ബാറിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ഞാൻ ബസ്സഡിൻ്റെ ഓരോ വീഡിയോസൊക്കെ ഇടാം. ബസ്സഡിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഗെയിമിൻ്റെയോ ഓക്കെ അങ്ങനത്തെ ഗെയിംസിൻ്റെ ഒക്കെ ഇടാം. എന്തെങ്കിലും അവൻ കാണിച്ചോണ്ടോ, അവൻ വളവിന് സ്പീഡിൽ വന്നതാണ്. ഒരു കടയ്ക്കകത്തോട്ടൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നമ്മുടെ ഐറിസ് കുട്ടൻ ഒരു കുഞ്ഞോട്ടമാണ്, അത് ഫുള്ള് ഒടിഞ്ഞ് ഇപ്പോൾ ചേസ് മാത്രമാകും. എന്തായാലും കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അവൻ്റെ സ്പീഡ് എന്തായാലും ഇനി മേലെ അവൻ ഈ സ്പീഡിൽ ഇതുവഴി പോകത്തില്ല, ആ ഡ്രൈവർ ജീവനോടുണ്ടെങ്കിൽ. ഓക്കെ, അത്രയ്ക്ക് മാരക ഇടിയാണ്. എന്തായാലും നമുക്ക് നൈസായിട്ട് മുങ്ങാം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മളെ വിളിച്ച് അവരെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാൻ അവിടെ കാറൊന്നും കാണാനില്ല. അപ്പോൾ മിക്കവാറും നമ്മുടെ ബസ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് അങ്ങ് പോവാം. അയ്യോ. ഓക്കെ, ട്രാവലറൊക്കെ പൊളിച്ച് അടിപൊളിയായിട്ട് ഒരു വളവ് വളച്ചങ്ങ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ട്രാവലറിൻ്റെ ഒരു പോക്ക്. ഇടില്ല, എന്തായാലും നമ്മളെ ഇടിക്കേണ്ടതായിരുന്നു. നമ്മൾ ഇടിച്ചങ്ങ് തെറിപ്പിച്ചായിരുന്നു. നമ്മൾ ആ വളവിലോട്ടായതുകൊണ്ട് വലിയ വിഷയമില്ല. അവൻ ഇൻഡിക്കേറ്ററൊന്നും ഇടാതാണ് വളച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കും നേരെ അങ്ങ് പോയാൽ മതി. ഇനിയും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മുടെ ആ ഒരു ഗ്രാഫിക്സ് അടിക്കുന്ന കടയിലോട്ട്. ഇനി കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഓക്കെ, ഇവിടെ അതേ ഒരു റെഡ് സിഗ്നൽ ഒക്കെ കത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ദൂരം പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സിഗ്നലും ഒക്കെ പാസ് ചെയ്ത് ഇങ്ങനെ ദൂരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് നല്ല തിരക്കായിരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തതാണ്. എന്നിട്ട് ഇപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ആ പോർഷൻ ഇതിനകത്ത് കാണിക്കുന്നില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ഗ്രാഫ് കട. നമ്മുടെ ഈ ഇടത്തുവശത്ത് കാണുന്നതാണ്. ഓക്കെ, അവൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് നമ്മൾ. എന്തായാലും വണ്ടികളൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു 2 ദിവസത്തിനകം നമ്മുടെ വർക്ക് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു വാഷിംഗ് സെൻറ്റർ അല്ലേ എന്ന്. അപ്പോൾ അതല്ല, ഇതിവിടെ രണ്ടും ചെയ്യും. മെഷീൻ വാഷും ചെയ്യും, നമുക്ക് വേണമെങ്കിൽ കയറി വാഷ് ചെയ്യാം, അങ്ങനെയുള്ള സംഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്സും ഇവരടിച്ചു തരും. ബസ്സിനും കാറിനും അതുപോലെ പല ഓട്ടോഷോയ്ക്കൊക്കെ പോകുന്ന കാറുകളൊക്കെ ഇവിടെ നിന്നാണ് ഗ്രാഫ് അടിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യുന്നൊരു കടയാണ്. അപ്പം എനിക്ക് എൻ്റെ അറിവിൽ ഇതൊരു ഫസ്റ്റ് സംഭവമാണ്. നമ്മുടെ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ എല്ലാ വണ്ടിക്കും ഇത് അടിച്ച് കയറ്റാനായിട്ട്, ഗ്രാഫും കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മുടെ സിനിസ്റ്ററിൻ്റെയും ഇതുപോലെ കളറൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് മങ്ങിത്തുടങ്ങി, ഇങ്ങനെ ബ്ലറായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സിനിസ്റ്ററിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പറ്റുവാണെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. എനിക്കൊന്ന് ആ കടയിലെ പ്രശ്നമാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇങ്ങോട്ടൊന്ന് മാറ്റി ഈ കടയിലാക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടി. ഓക്കെ, അപ്പോൾ അവർ വന്ന് ചീത്ത വിളിക്കരുത്, നമ്മുടെ വഴിയിൽ കൊണ്ട് നിർത്തിയിട്ടെന്നും പറഞ്ഞുകൊണ്ട്. എന്തായാലും അവിടെ വല്ലതും കയറ്റി ഇടണോ? വേണ്ട, അത് വാഷ് ചെയ്ത വണ്ടികൾ ഇടുന്ന സ്ഥലമാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഇതേ കണ്ടില്ലേ, അടിപൊളിയായിട്ട് മങ്ങിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. എന്തായാലും ഇതാണ് നമ്മുടെ ക്ലീനിങ് കട. അതിൻ്റെ മേളിലുള്ളതാണ് നമ്മുടെ ഗ്രാഫ് അടിക്കുന്നതെന്ന് തോന്നുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്സ് വല്ലതും അടിക്കണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അവരുടെ ഇൻസ്റ്റാഗ്രാം ID നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, അപ്പം ബൈ.